ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് ദൈവം തൊട്ടവരെ, ദൈവം മുദ്ര ചെയ്തവരെ ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ശക്തിക്ക് തൊടാൻ പറ്റുമോ? പറ്റില്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു സംഭവം ഇതിനു മുമ്പ് ഞാൻ പങ്കുവച്ചിട്ടുള്ളതാണ്. കാലിഫോർണിയ വൈൽഡ് ഫയറിന് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. മിക്കവാറും എല്ലാ വർഷം തന്നെ അവിടെ ഈ തീപിടുത്തം, അതും ആ തീപിടുത്തം ഉണ്ടാകുമ്പോൾ നശിക്കുന്നത് 1-2 ഏക്കറൊന്നുമല്ല, ആയിരക്കണക്കിന് ഏക്കറുകൾ. വനമായിരിക്കാം, അതുപോലെ തന്നെ വീടുകളായിരിക്കാം, ഇതെല്ലാം നശിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരിക്കലൊരു സംഭവം പുറത്തു വന്നു. ഒരു കുടുംബം അവര് പ്രത്യേകമായിട്ട് ഒരു പ്രത്യേക ദിനത്തിൽ അവരുടെ കുടുംബം ദൈവത്തിന് പ്രതിഷ്ഠിച്ചു. വൈദികനെ വിളിച്ചു. സാധാരണ ഞാനും അമേരിക്കയിലുള്ളപ്പോൾ എനിക്കറിയാം, ഒരു അമേരിക്കക്കാർ തന്നെ പറയാറുണ്ട്, ഞങ്ങളങ്ങനെ വീട് വെഞ്ചരിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, അങ്ങനത്തെ ശീലമൊന്നുമില്ല. പിന്നെ ഈ വീട്ടിലേക്ക് അച്ഛന്മാരെ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നത് വളരെ അപൂർവമാണ്. അവർ വേണമെങ്കിൽ ഹോട്ടലിൽ കൊണ്ടുപോകും, നല്ല വിലപിടിപ്പുള്ള ഭക്ഷണങ്ങൾ വാങ്ങിച്ചു തരാൻ അവർ തയ്യാറാകും. അവർ ക്ഷണിക്കും, അത്താഴത്തിനോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ എന്തിനു വേണമെങ്കിലും അവർ ക്ഷണിക്കും. പക്ഷേ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവരൊരു ഭക്ഷണം ക്രമീകരിച്ച് തരുന്നത് വളരെ അപൂർവം ആൾക്കാരാണ് അങ്ങനെ ചെയ്യാറുള്ളത്. ഒരിക്കൽ ഈ കുടുംബം ഇങ്ങനെ ഒരു വൈദികനെ വിളിച്ചൊരു പ്രാർത്ഥന നടത്തി ആ വീട് ദൈവത്തിന് പ്രതിഷ്ഠിച്ചു. പിന്നീട് ഉണ്ടായ ഒരു സംഭവം, ഫോട്ടോയൊക്കെ മീഡിയയ്ക്കകത്ത് വന്നതാണ്. ഒരു വീട് മാത്രം ഇങ്ങനെ അഗ്നിക്കിരയാകാതെ നിൽക്കുന്നു. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ള വീടുകൾ കത്തിപ്പോയി. അവർക്കെല്ലാവർക്കും, മീഡിയക്കാർക്കൊക്കെ അതിശയമായിരുന്നു. അതുകൊണ്ടാണ് അവർ വന്ന് ഫോട്ടോ എടുത്തത് പ്രത്യേകമായിട്ട് മീഡിയയിലൂടെ പുറത്തു വിട്ടത്. ആ വീട്ടുകാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു, ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തി, ദൈവത്തിന് ഞങ്ങളുടെ ഭവനത്തെ പ്രതിഷ്ഠിച്ചു. അതുകൊണ്ടായിരിക്കാം ദൈവം ഞങ്ങളെ കാത്തുപരിപാലിച്ചത്. എനിക്കത് കേട്ടപ്പോൾ വലിയ അതിശയം തോന്നിയില്ല. കാരണം പുറപ്പാട് 12-ാം അധ്യായം വായിച്ചാൽ എന്താ അവിടെ കാണുക? അവിടെ ദൈവം നിർദ്ദേശിച്ചതനുസരിച്ച് ബലികഴിച്ച മൃഗത്തിന്റെ രക്തമെടുത്ത് കട്ടിളപ്പടിയിന്മേൽ പുരട്ടി. അതിന്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചത്? സംഹാരദൂതൻ അതിനെ കടന്നുപോയി, പാസ് ഓവർ കടന്നുപോയി. ആ ഭവനങ്ങളെ, രക്തത്തിന്റെ അടയാളമുണ്ടായിരുന്ന ഭവനങ്ങളെ സംഹാരദൂതൻ തൊട്ടില്ല. അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ഉള്ള ആ കുടുംബങ്ങളിൽ വസിച്ചിരുന്നവരുടെ മേൽ സംഹാരം ഉണ്ടായി, സംഹാര താണ്ഡവം. അതൊന്നും ഇവർക്ക് ഏറ്റില്ല. കാരണം അവര് ആ രക്തത്താൽ മുദ്രിതരായിരുന്നു. നമുക്ക് കാണാൻ സാധിക്കും, ഈ ഇസ്രായേലിന് ദൈവം സംരക്ഷണം കൊടുത്ത പോലെ തന്നെ നമ്മളൊക്കെ ആരാണ്? ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ പുതിയ ഇസ്രായേൽ. പുതിയ ഇസ്രായേലായ നമുക്കും ദൈവം നൽകുന്നില്ലേ ഈ സംരക്ഷണം? ദൈവം നൽകുന്നില്ലേ ഈ മുദ്ര? ഉണ്ട്. ആ മുദ്ര അത് നമ്മൾ വേണ്ടതുപോലെ മാനിച്ച് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോയാൽ ഒരു സംഹാരദൂതനും നമ്മെ സംഹരിക്കാൻ പറ്റത്തില്ല. ലോകത്തിന്റെ ഒരു ശക്തിക്കും, സാത്താനോ മറ്റു വ്യക്തികൾക്കോ നമ്മളെ നശിപ്പിക്കാനാവില്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. 2 രീതിയിൽ ഈ മുദ്ര നമ്മൾ ഏറ്റെടുത്തവരാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. ഒന്ന്, മാമോദീസായിൽ മുദ്രിതരാക്കപ്പെട്ടവരാണ് നമ്മൾ. ഇത് തുടച്ചു മാറ്റാനാവാത്ത ഒരു മുദ്രയാണെന്ന് കത്തോലിക്ക സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, യേശുവിൻ്റെ തിരുരക്തത്താൽ മുദ്ര ചെയ്യപ്പെട്ടവരാണ് നമ്മൾ. നമ്മൾ ശരിക്കും ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? കർത്താവിൻ്റെ ശരീര രക്തങ്ങൾ ഭക്ഷിച്ച് പാനം ചെയ്യുന്നു. അതിലൂടെ ദൈവത്തിൻ്റെ സ്വന്തമായി മാറുന്നു. യോഹന്നാൻ 15:7, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ സ്വന്തമാണ്. യോഹന്നാൻ 6-ാം അധ്യായം ഈ ഒരു കാര്യം, കർത്താവിൻ്റെ ശരീര രക്തങ്ങൾ ഭക്ഷിച്ച് പാനം ചെയ്യുന്നവർ ദൈവത്തിൽ വസിക്കുന്നവരാണ്. 1 യോഹന്നാൻ 5:18 വായിച്ചാൽ അങ്ങനെയുള്ളവരെ സാത്താന് തൊടാൻ പോലും പറ്റില്ല. പിന്നെ നമ്മൾ എന്തിന് ഇങ്ങനെയുള്ള ശക്തികളെ ഭയപ്പെടണം? ദൈവിക ശക്തി നമ്മളിൽ പ്രകടമാകുന്നിടത്തോളം കാലം, ദൈവത്തിൻ്റെ മുദ്ര നമുക്കുള്ളിടത്തോളം കാലം ഈ ശക്തികളൊന്നും നമ്മളെ തകർക്കില്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഏതാനും കാര്യങ്ങൾ, ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, യേശു എന്ന് പറയുമ്പോൾ പിതാവ് തൊട്ടവനാണ് യേശു, പിതാവിനാൽ അഭിഷിക്തനായവനാണ് യേശു. ഒരു കാര്യം വചനം കൃത്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ലൂക്ക 3:21 മുതൽ വായിക്കുമ്പോൾ, അതുപോലെ ലൂക്ക 9:28 മുതൽ വായിക്കുമ്പോൾ, യേശുവിന് കിട്ടിയ ഒരു അംഗീകാര മുദ്ര, പിതാവ് നൽകിയ ഒരു അംഗീകാര മുദ്ര, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ സ്വന്തം, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇതെല്ലാം യേശുവിന് കിട്ടിയ ഒരു അംഗീകാര മുദ്രയാണ്. പിന്നെ നമ്മൾ കാണുന്നുണ്ട് ലൂക്ക 19:45 മുതൽ വായിക്കുമ്പോൾ, ദേവാലയ ശുദ്ധീകരണം നടത്തിയ യേശുവിനെ പിടിച്ചു കൊല്ലാനായിട്ട് പുരോഹിത പ്രമുഖന്മാര് അവരെ നിയോഗിക്കുന്നത് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ കാണുന്നു, ആർക്കും അവനെ തൊടാൻ പോലും പറ്റിയില്ല. കാരണം പിതാവായ ദൈവത്തിന്റെ അംഗീകാര മുദ്ര അതുണ്ടായിരുന്നുകൊണ്ട് ഈ പുരോഹിത പ്രമുഖന്മാര് അയച്ച ആ പിടിക്കാൻ വേണ്ടി വിട്ട വ്യക്തികൾക്ക് അവനെ തൊടാൻ പോലും പറ്റിയില്ല. യോഹന്നാൻ 7:30, അവനെ ബന്ധിക്കാൻ പലരും നോക്കി, പക്ഷേ നടന്നില്ല എന്നുള്ളത് അവിടെ നമുക്ക് കാണാൻ പറ്റും. എൻ്റെ കാരണം പറഞ്ഞത് 8:20 വചനം എടുത്താൽ, അവൻ്റെ സമയമായിരുന്നില്ല, പിതാവിനാൽ
മുദ്രിതനായിരുന്ന അഭിഷിക്തനായിരുന്ന യേശുവിനെ ഒരു മനുഷ്യർക്കും തൊടാൻ പറ്റിയില്ല. ദൈവം അനുവദിച്ചപ്പോഴല്ലാതെ, അവൻ്റെ സമയമായപ്പോഴല്ലാതെ ഒരു ശത്രുക്കൾക്കും അവനെ പരാജയപ്പെടുത്താൻ പറ്റിയില്ല. ലൂക്ക 4:30 അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഇവനെ കൊണ്ടുപോയിട്ട് തള്ളിയിട്ട് കൊല്ലാനൊക്കെ നോക്കുന്ന ഒരു രംഗം. വളരെ കൂളായിട്ട് അവരുടെ മുമ്പിൽ കൂടെ നടന്നു പോകുന്ന യേശുവിനെ കാണാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നു, ദൈവം തൊട്ട ജനമാണ് ഇസ്രായേൽ ജനം. അപ്പം അതുകൊണ്ട് തന്നെ ഈ ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്ന കാലത്ത്, ദൈവത്തിൽ നിന്ന് അവര് പാപം മൂലം മാറിപ്പോകാതിരുന്ന കാലത്തെല്ലാം അവർ മുദ്രിതരായിരുന്നു. ഒരു ശത്രുവിനും അവരെ തൊടാനോ തോൽപ്പിക്കാനോ പറ്റിയില്ല എന്നുള്ളത് വചനം പഠിപ്പിക്കുന്നുണ്ട്. ലേവ്യർ 26:12 ഉടമ്പടി, ഞാൻ നിങ്ങൾക്ക് ഏകദൈവമാണെങ്കിൽ നിങ്ങൾ എൻ്റെ സ്വന്തം ജനമായിരിക്കും. അങ്ങനെയുള്ളവരെ ഒരു ദുഷ്ടശക്തിക്കും തൊടാൻ പറ്റില്ല. പുറപ്പാട് 10:21 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേലിന് വെട്ടം നൽകിയ ദൈവം. ഈജിപ്തുകാർക്കോ ഇരുട്ട്. ഈജിപ്തുകാർ കൂരിരുട്ടിൽ കഴിഞ്ഞപ്പോൾ ഇസ്രായേൽക്കാർക്ക് വെട്ടം നൽകിയ ദൈവത്തെ കാണാൻ പറ്റും. പുറപ്പാട് 12 നമ്മൾ കാണുന്നുണ്ട്, ഈജിപ്തുകാരെ വധിക്കുന്ന ഒരു ദൈവത്തെ കാണാൻ പറ്റും. പക്ഷേ ഇസ്രായേൽക്കാർക്ക് ദൈവിക സംരക്ഷണം. നിയമാവർത്തനം 4:7 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ്. അവരുടെ തൊട്ടടുത്ത് നിന്ന് അവരുടെ പ്രാർത്ഥന കേൾക്കുന്ന, അവരെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് ഇസ്രായേലിന്റെ ദൈവം. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്, വേലികെട്ടി സംരക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ചില സമയത്ത് ആ വേലി ദൈവം പൊളിച്ചു കൊടുത്തൊന്നും വരും. അതെപ്പോഴാണ്? വിശ്വസ്തരായിരിക്കുന്നവരെ വേലികെട്ടി സംരക്ഷിക്കും, അവിശ്വസ്തരാകുന്നവരെ ശത്രുക്കൾക്ക് വേലി പൊളിച്ച് അവരെ വിട്ടുകൊടുക്കും. ഇത് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 2 സാമുവേൽ 3:18 എൻ്റെ ജനത്തെ ശത്രുക്കളിൽ നിന്നും ഞാൻ സംരക്ഷിക്കും എന്ന് ദൈവം സൂചിപ്പിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഉൽപ്പത്തി 3-ാം പർദീസ എന്ന് പറയുന്നത് ആദിമാതാപിതാക്കൾക്ക് ഒരു വേലിയായിരുന്നു. പക്ഷെ അവർ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവരെ പുറത്താക്കിയിട്ട് കതകടച്ച് സീല് വെച്ചു. ഇനി അവർക്ക് ഉണ്ടായിരുന്ന സംരക്ഷണം നഷ്ടപ്പെടുന്നത് കാണാൻ പറ്റും. യെശയ്യാ 5-ാം 5-ാമത്തെ വചനം വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നത്, വേലികെട്ടി സംരക്ഷിച്ച ദൈവം പിന്നീട് ആ വേലി പൊളിച്ച് അവരെ ഇസ്രായേലിനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുന്ന ഒരു രംഗം. ഇനി ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ പിന്നെ നമ്മൾ ഒട്ടും സുരക്ഷിതരാകില്ല എന്നുള്ളത് തിരിച്ചറിയണം. പുതിയ ഇസ്രായേലായി നമുക്ക് എന്താണ് ശരിക്കുള്ള വേലി? നമുക്ക് ദൈവം വചനക്കോട്ട നൽകിയിട്ടുണ്ട്, രക്തക്കോട്ട നൽകിയിട്ടുണ്ട്. ദൈവവചനം നമുക്ക് വേലിയായി മാറും, യേശുവിൻ്റെ തിരുരക്തം നമുക്ക് വേലിയായി മാറും. അതുപോലെ തന്നെ കൂദാശകൾ, സഭ, ഇതെല്ലാം ദൈവം നമുക്ക് നൽകുന്ന ഒരു വേലിയാണ്. അവിടെ സുരക്ഷിതത്വം കണ്ടെത്തി സുരക്ഷിതരായി ജീവിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യാം. ഇതിൻ്റെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും പ്രാർത്ഥനാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ദൈവത്തിൻ്റെ വചനത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ നിറച്ചു. നമുക്കിനി ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമുക്ക് ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടോ അവരുടെ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.